ഒരു സീരീസ് പുറത്തിറങ്ങി ഗംഭീര ഫാൻ ബേസ് ഉണ്ടാക്കുന്നു. പക്ഷേ അത് സ്ട്രീം ചെയ്ത നെറ്റ്വർക്കിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആദ്യ സീസണിൽ മുഴുവൻ എപ്പിസോഡും എയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. പിന്നീട് DVD വഴി സ്ട്രീം ചെയ്ത സമയത്ത് ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ഇതോടെ ക്രിയേറ്റേഴ്സ് ആ കഥയെയും കഥാപാത്രങ്ങളെയും തിരികെ കൊണ്ടുവരാൻ നിർബന്ധിതരായി. അങ്ങനെ 3 വർഷത്തിനിപ്പുറം ആ പ്ലോട്ടിൽ അതേ കാസ്റ്റിനെ വെച്ചൊരു സിനിമ ഇറക്കുന്നു. എന്നിട്ടും ആ കഥയുടെ ബാക്കിക്കായി മുറവിളി കൂട്ടുന്നവർക്കായി 20 വർഷത്തിനിപ്പുറം ആനിമേഷൻ സീരീസ് ഇറക്കുന്നു, അതും ഒറിജിനൽ കാസ്റ്റിൻ്റെ ശബ്ദം ഉപയോഗിച്ച്. 2002-ലെത്തിയ ഫയർഫ്ലൈയുടെ യാത്രയെ അവിസ്മരണീയമെന്നല്ലാതെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കാനാണ്? സ്റ്റാർ വാർസ് പോലൊരു എപ്പിക് സ്പേസ് ഒപ്പേറ കണ്ടവരുടെ മുന്നിലേക്ക് കഥയിലും അവതരണത്തിലും തീർത്തും വ്യത്യസ്തമായി എത്തിയ ഒരു TV സീരീസ്. 2517-ലാണ് സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഭൂമി വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റാൻ മനുഷ്യനെ നിർബന്ധിതനാക്കുന്നു. അങ്ങനെ അവർ മറ്റൊരു സോളാർ സിസ്റ്റത്തിൽ ചെന്ന് താമസമുറപ്പിക്കുന്നു. ആ പുതിയ ലോകം വളരെ വലുതും ഒരുപാട് ഹാബിച്വൽ വേൾഡ്സും അടങ്ങുന്നതാണ്. ഒരു പവർഫുൾ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്ത് തോൽക്കുന്ന മുൻ സോൾജറാണ് മാൽക്കം റെയ്നോൾഡ്സ് എന്ന ഷിപ്പ് ക്യാപ്റ്റൻ. അതിനുശേഷം അയാളുടെ താമസം സെറനിറ്റി എന്ന സ്പേസ്ഷിപ്പിലാണ്. സ്മഗ്ലേഴ്സും കള്ളന്മാരും ഒക്കെയാണ് അയാളുടെ ക്രൂ. സർവൈവ് ചെയ്യാനായി ഗാലക്സിയിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഡേഞ്ചറസ് ആയ വിവിധ ജോലികൾ ചെയ്യുന്ന ഒരു ടീം. ഗവൺമെന്റിനെതിരായ സീക്രട്ടുകൾ അറിയുന്ന ഒരു പെൺകുട്ടിക്ക് അഭയം നൽകുന്നതോടെ അവരുടെ ലൈഫ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നു. വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ആ ടീം അകപ്പെടുന്നു. ഇതാണ് ഫയർഫ്ലൈ എന്ന സീരീസിന്റെ പ്ലോട്ട്. 2002-ൽ ഫോക്സ് നെറ്റ്വർക്കിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച സീരീസിന്റെ ക്രിയേറ്റർ ജോസ് വീഡനാണ്. മാർവലിന്റെ ദ അവഞ്ചേഴ്സ്, ഏജ് ഓഫ് അൾട്രോൺ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനും ജസ്റ്റിസ് ലീഗ്, ടോയ് സ്റ്റോറി തുടങ്ങിയ സിനിമകളുടെ റൈറ്ററുമാണ് ജോസ്. വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന സീരീസിനെ പക്ഷേ ഒന്നുമല്ലാതാക്കിയത് ആ സ്ട്രീമിംഗ് നെറ്റ്വർക്കാണ്, ഫോക്സ്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആക്ഷൻ സീരീസ് ആയിരുന്നു ഫോക്സിന് വേണ്ടിയിരുന്നത്. എന്നാൽ ഫയർഫ്ലൈ അതായിരുന്നില്ല. ക്യാരക്ടർ ഡ്രിവൺ, ഇമോഷണലി കോംപ്ലക്സ് ആയ സീരീസ് ഓഡിയൻസിനെ നിരാശപ്പെടുത്തുമെന്ന് അവർ കരുതി. വീഡൻ ക്രിയേറ്റ് ചെയ്ത 2 മണിക്കൂർ ദൈർഘ്യമുള്ള പൈലറ്റ് എപ്പിസോഡ് ആക്ഷൻ സീക്വൻസ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഫോക്സ് നിരാകരിച്ചു. സെക്കൻഡ് എപ്പിസോഡായ ട്രെയിൻ ജോബ് ആദ്യത്തെ എപ്പിസോഡായി സ്ട്രീം ചെയ്തു. ആദ്യത്തെ എപ്പിസോഡായ സെറനിറ്റി അവസാനം സ്ട്രീം ചെയ്തു. ഫിനാലെ എപ്പിസോഡായ ഒബ്ജക്റ്റ് ഇൻ സ്പേസ് പൈലറ്റ് എപ്പിസോഡിന് മുന്നേ സ്ട്രീം ചെയ്തു. അങ്ങനെ ആകെ മൊത്തം ഔട്ട് ഓഫ് ഓർഡർ ആയതോടെ കഥ മനസ്സിലാകാത്ത പ്രേക്ഷകർക്ക് സീരീസ് കാണാനുള്ള ആവേശം കുറഞ്ഞു. റേറ്റിംഗിൽ പിന്നിൽ പോയി. സയൻസ് ഫിക്ഷൻ വെസ്റ്റേൺ ഡ്രാമയായ ഫയർഫ്ലൈയെ ആക്ഷൻ സീരീസ് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത ഫോക്സിന്റെ തന്ത്രവും പാളി. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത 14 എപ്പിസോഡുകളിൽ 11 എണ്ണം മാത്രം സ്ട്രീം ചെയ്ത് ഫോക്സ് സീരീസ് ക്യാൻസൽ ചെയ്തു. DVD ഇറങ്ങിയപ്പോൾ കഥ മാറി. സീരീസ് ഓർഡറിൽ കാണാനായതോടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചു. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ TV സീരീസ് DVDകളിൽ ഒന്നായിരുന്നു ഫയർഫ്ലൈയുടേത്. പ്രീസെയിൽ ബുക്കിംഗ് എല്ലാം 24 മണിക്കൂറിൽ സോൾഡ് ഔട്ടായി. പിന്നാലെ ആരാധകർ ഫോക്സിന് നിരന്തരം കത്തുകൾ എഴുതുകയും മെയിൽ അയക്കുകയൊക്കെ ചെയ്തു, ഒരു സെക്കൻഡ് സീസണിനായി. എന്നാൽ യാതൊരു മറുപടിയും ഉണ്ടായില്ല. പക്ഷേ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് അത് നോട്ടീസ് ചെയ്തു. ഫയർഫ്ലൈയുടെ റൈറ്റ്സ് അക്വയർ ചെയ്തു. സീരീസ് റൈറ്ററായ ജോസ് വീഡൻ അങ്ങനെ തൻ്റെ ആദ്യ ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്തു, സെറനിറ്റി. ഫയർഫ്ലൈയുടെ ഫിനാലേക്ക് 2 മാസം ശേഷം നടക്കുന്ന കഥയാണ് സിനിമയുടേത്. സീരീസിൽ മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചവർ തന്നെ സിനിമയിലും എത്തി. ബിഗ് സ്ക്രീനിൽ വമ്പൻ സ്കെയിലിൽ സിനിമ എത്തി. എന്നാൽ 39 മില്യൺ എന്ന ഹ്യൂജ് ബജറ്റിലെത്തിയ സിനിമ പക്ഷേ 40 മില്യൺ മാത്രമാണ് ആഗോളതലത്തിൽ നേടിയത്. ഡൊമസ്റ്റിക്കലി വെറും 25 മില്യണും. സീരീസ് ഫാൻസിനെ സിനിമ തൃപ്തിപ്പെടുത്തിയെങ്കിലും ബോക്സ് ഓഫീസിലെ പരാജയം തിരിച്ചടിയായി. സീരീസ് DVD സെയിലിലൂടെ ഉണ്ടാക്കിയ നേട്ടവും സിനിമയ്ക്കുണ്ടാക്കാനായില്ല. ഇതോടെ സീക്വലുകൾ ഉണ്ടാകുമെന്ന റൂമറുകളെല്ലാം കെട്ടടങ്ങി. അതേസമയം ജോസ് വീഡിനെതിരെ മുൻ സീരീസുകളിലെയും സിനിമകളിലെയും താരങ്ങൾ പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ സെറനിറ്റിയും ഫയർഫ്ലൈയും പയ്യെ മാഞ്ഞു തുടങ്ങി. ഇപ്പോഴിതാ 20 വർഷത്തിന് ശേഷം ഫയർഫ്ലൈ ആനിമേഷൻ സീരീസ് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. മാൽക്കം റെയ്നോൾഡായി എത്തിയ നാഥൻ ഫില്യനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഫിലിയന്റെ പ്രൊഡക്ഷൻ ബാനറായ കൊളീഷൻ 33യും 20th ടെലിവിഷൻ ആനിമേഷനും ചേർന്നാണ് ആനിമേഷൻ റീബൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഭൂരിഭാഗം ഒറിജിനൽ കാസ്റ്റും സീരീസിൽ ശബ്ദം നൽകിയേക്കും. ഒറിജിനൽ ക്രിയേറ്ററായ ജോസ് വീഡൻ അതിൻ്റെ പാർട്ടല്ല. 20 വർഷത്തിന് ശേഷം ആ കഥാപാത്രങ്ങൾ തിരിച്ചെത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.